ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കോൺഗ്രസേതര വോട്ട് കിട്ടാൻ തരൂരിനെ പോലെയുള്ളവർ വേണം. പറയുന്നത് തരൂർ തന്നെ. ദേശീയ തലത്തിൽ 19% മാത്രമുള്ള കോൺഗ്രസിന് ഇനി അധികാരത്തിലെത്താൻ കൂടുതൽ വേണ്ട 27%-ത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. തലസ്ഥാനത്തെ തന്റെ വിജയത്തെ കോൺഗ്രസേതര വോട്ട് കൊണ്ടുള്ള വിജയമായിട്ടാണ് തരൂർ കാണുന്നത്. 2024 തരൂർ ജയിച്ചത് വെറും 15,000 വോട്ടിനാണ്. അദ്ദേഹം പിന്തുണയുണ്ട് എന്ന് കരുതുന്ന യുവാക്കളും നഗര കേന്ദ്രീകൃത വോട്ടുകളും BJP സ്ഥാനാർത്ഥിക്ക് പോയപ്പോൾ നെയ്യാറ്റിൻകര, പാറശാല, കോവളം ബെൽറ്റിലെ വോട്ടുകളാണ് തരൂരിനെ കാത്തത്. വിഴിഞ്ഞത്ത് സമരം ചെയ്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വിട്ട് അദാനിയെ പിന്തുണച്ച തരൂരിന് ലത്തീൻ വോട്ടുകൾ കിട്ടാൻ വേണ്ടി കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടേണ്ടി വന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. 2009 വിശ്വപൗരനായുള്ള എൻട്രി തെരഞ്ഞെടുപ്പിലും 2019 ശബരിമല രാഹുൽ പ്രഭാവത്തിലുമല്ലാതെ തരൂരിന് 1 ലക്ഷം തികയ്ക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടോ? അപ്പുറത്ത് തരൂരിനെ തലോടി CPIM-ഉം BJP-യും രംഗത്തുണ്ട്. തന്നെ വേണ്ട എങ്കിൽ തനിക്ക് മുന്നിൽ ഉണ്ട് എന്ന് തരൂർ പറയുന്ന വഴികൾ ഏതാണ്? ചർച്ചയിൽ മുൻ കോൺഗ്രസ് നേതാവ് KV തോമസ്, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ KV തോമസിലേക്ക് പോകുന്നു. ശ്രീ KV തോമസ്, ഇപ്പോൾ തരൂർ കോൺഗ്രസിൽ അസംതൃപ്തനാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. തന്റെ സേവനം വേണ്ടെങ്കിൽ തനിക്കും പാർട്ടിയെ വേണ്ട എന്നാണിപ്പോൾ പോഡ്കാസ്റ്റിൽ തരൂർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട് എന്നും തരൂർ പറയുന്നു. എന്താണിപ്പോൾ താങ്കളുടെ മനസ്സിലാക്കൽ? തരൂരിന് മുന്നിൽ എന്താണ് വഴി? കേരളത്തിൽ UDF-ഉം കോൺഗ്രസും ആരെ മുന്നിൽ നിർത്തിയാലും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലും അതിന് തൊട്ട് മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അവർക്ക് അധികാരത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. കാരണം 2 ടേം തുടർച്ചയായി ഭരിച്ച ഇടതുമുന്നണി ഇപ്പോൾ വീണ്ടും മെച്ചപ്പെട്ടൊരു ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ശശി തരൂർ ഒരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. പക്ഷേ കോൺഗ്രസിൽ അദ്ദേഹം മാത്രമല്ല ഉള്ളത്. കോൺഗ്രസിൽ ധാരാളം നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷെ അവിടെ യോജിപ്പില്ല, ഐക്യമില്ല, പരസ്പരം അംഗീകരിക്കുന്നില്ല. ശശി തരൂരിന് കൊടുക്കേണ്ട മാന്യത അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം. അത് കൊടുക്കാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള അസംതൃപ്തി ഉണ്ടാകുന്നത്. അസംതൃപ്തി ഉണ്ടാകുമ്പോൾ പരിഹരിക്കുന്നതിന് പകരം ഇഷ്ടമുള്ളവർ ഇതിൻ്റെ അകത്ത് നിന്നാൽ മതി, പോണവരൊക്കെ പൊക്കോട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു സമീപനമെടുക്കുമ്പോഴാണ് ഇന്ന് ശശി തരൂർ പൊട്ടിപ്പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി നാം കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വമാണ് ആലോചിക്കേണ്ടത്, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകണമോ, അതല്ല ഇതുപോലെ തങ്ങൾക്ക് മാത്രം നാളെ അധികാരം പങ്കിട്ടാൽ മതി എന്ന ധാരണയാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഈ CPM ഭരണത്തെ പുകഴ്ത്തിയിട്ടാണ് തരൂർ പോരാട്ടം തുടങ്ങിയിരിക്കുന്നത്. CPM-ലേക്ക് അടുപ്പിക്കാൻ താങ്കൾ മുൻകൈയെടുക്കാൻ സാധ്യതയുണ്ടോ? CPM ഒരു പോസിറ്റീവ് പാർട്ടിയാണ്. ദേശീയ താല്പര്യങ്ങൾക്ക് വലിയ മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തപ്പോൾ എന്നോട് CPM-ൽ ചേരാനല്ല പറഞ്ഞത്, മാഷ്ക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ജോലി ചെയ്യുക, ഗവൺമെൻറ്റിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ജോലി ചെയ്യും. ഞാനതാണ് ഇപ്പോൾ ചെയ്തത്. ഞാൻ CPM-ൽ ചേർന്നിട്ടല്ല ജോലി ചെയ്യുന്നത്, ഉത്തരവാദിത്വം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കംഫർട്ടബിൾ, എൻ്റെ ഒരു അനുഭവം വെച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കോൺഗ്രസ് തന്നെ ആയിരിക്കും. പക്ഷേ കോൺഗ്രസ്സിൽ അദ്ദേഹം ശ്വാസം മുട്ടിയാൽ അദ്ദേഹത്തിന് നല്ല വായുവുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ലേ? CPM അവരുടെ നിലപാട് അതിന് നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് CPM-ൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അതെൻ്റെ അനുഭവമാണ്. നമുക്ക് വളരെ കംഫർട്ടബിളായി CPM-ൽ വർക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അഭിമാനവും സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് എന്താ നിലപാടാണ് ശശി തരൂർ എടുക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ സുഹൃത്തെന്ന നിലയിൽ ഞാൻ പലപ്പോഴും കാണുമ്പോഴും പറയും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പാർട്ടി സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങേക്ക് കോൺഗ്രസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ഇന്നത്തെ ഈ നേതൃത്വത്തിൻ്റെ ഈ പ്രത്യേക സ്വഭാവം അത് ഒക്കെ മാറ്റിയല്ലേ പോകാൻ കഴിയും. അതിനുള്ള എന്താണ് മാർഗമെന്ന് ആലോചിക്കുക എന്ന് ഞാൻ പലപ്പോഴും
ശശി തരൂരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രാഹുൽ ഗാന്ധിയാണ് വ്യക്തമായ തീരുമാനമെടുക്കേണ്ടത്. ആ വ്യക്തമായ തീരുമാനമെടുത്ത് എല്ലാവരെയും, ശശി തരൂരിനെ മാത്രമല്ല അസംതൃപ്തരായ ഒത്തിരി ആളുകൾ കോൺഗ്രസ്സിലുണ്ട്, അവരെ എല്ലാം കൂട്ടി യോജിപ്പിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കാണ്. ഇപ്പോൾ തരൂരിനെ CPM മാത്രമല്ല BJPയും സ്വാഗതം ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് സ്വതന്ത്രനായി നിന്നുകൊണ്ട് BJPയുടെ പിന്തുണ സ്വീകരിച്ചാലും മതിയല്ലോ. BJPയിൽ പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂർ തന്നെയാണ്. എന്നോട് ചോദിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം ശശി തരൂരിനെ പോലെയുള്ളയാൾ, ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ളയാൾ, സ്വന്തമായ അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ അതിനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ നിന്നും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയിലേക്ക്, മതജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പോകുന്നത് ഗുണകരമല്ല ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു സ്ഥലമല്ല BJP. ഈ തരൂർ ഉന്നയിച്ച വിഷയങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന നേതാവെന്ന നിലയ്ക്ക് താങ്കളും അനുഭവിച്ചിട്ടുണ്ടോ? സ്വാഭാവികം. ഞാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഞാൻ കോൺഗ്രസ് വിശ്വാസിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശശി തരൂരിനെ പോലെ വന്ന ഒരാളല്ല. ശശി തരൂർ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിലാണ് അദ്ദേഹം വരുന്നത്, പ്രവർത്തകൻ എന്ന നിലയിലില്ല. ഞാൻ 1968 7ാം വാർഡ് പ്രസിഡൻ്റായി വർക്ക് ചെയ്ത് അവിടുന്ന് ബ്ലോക്കിൽ വന്നു, DCC പ്രസിഡൻ്റായി, ദീർഘകാലം KPC ട്രഷറായി, അങ്ങനെ ദീർഘകാലം പ്രവർത്തിച്ച് വന്ന ഒരാളാണ് ഞാൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി എറണാകുളത്ത് ജയിച്ചിട്ടുള്ളത്. 2014 ഏറ്റവും അവസാനം ഞാൻ മത്സരിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിലെ MP-മാർക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ 2019 എന്നെ മാറ്റുമ്പോൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. അതിനുശേഷവും എന്നെ തള്ളിപ്പുറത്തൊക്കെ, ഞാൻ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു. ആ അസംബ്ലിയിൽ തോറ്റപ്പോൾ അന്നത്തെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളിയെ മാറ്റി. പക്ഷേ 3 മാസം മുമ്പ് വർക്കിംഗ് പ്രസിഡൻ്റായി എന്നെ എന്തിനാണ് മാറ്റിയത്? മറുപടിയില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ ഇന്നത്തെ ഒരു പ്രത്യേക നേതൃത്വം, രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള വലയം ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ, അവർക്ക് അല്ലേലിയെ പാടാത്തവരെ പുറത്താക്കുക എന്ന സമീപനം കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടാണ് എന്നെപ്പോലുള്ളവർ അനുഭവിക്കുന്നത്. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോകുന്നു. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശശി തരൂരിനെ ഇനി എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഉപയോഗപ്പെടുത്തേണ്ടത്? നിലവിൽ ഏറ്റവും ഉന്നത സമിതിയായ പ്രവർത്തക സമിതി അംഗമാണ്. അതുകൂടാതെ വിദേശകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർലമെന്ററി കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന സംവിധാനം നിലവിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. കോൺഗ്രസിന്റെ MP-യുമാണ്. ഇതിലപ്പുറം ശശി തരൂരിനെ ഇനി എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം ഉപയോഗപ്പെടുത്തേണ്ടത്? ആദ്യം പറയട്ടെ, പ്രൊഫഷണൽ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഓരോ പ്രൊഫഷൻ, ഡോക്ടർമാർക്ക് ഒരു സെഗ്മെൻറ്റ്, എഞ്ചിനീയർമാർക്ക് ഒരു സെഗ്മെൻറ്റ്, IT-യിലുള്ളവർക്ക് വേറെ സെഗ്മെൻറ്റ്, അങ്ങനെ അങ്ങ് വിഭജിച്ചു പോയി. പഴയ ഒരു രൂപഭാവത്തിലല്ല അത് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആ പ്രൊഫഷണൽ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സ്മൃതിയുടെ ചോദ്യം, അത് ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഞാൻ കാണുകയാണ്. അതായത് എങ്ങനെ വേണം ഇനി ശശി തരൂരിനെ എന്താ പറയാ, ഒന്ന് അനുനയിപ്പിക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്മൃതി തന്നെ അദ്ദേഹം വഹിക്കുന്ന ചില പദവികളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അത് ചെറിയ പദവിയൊന്നുമല്ല. അത് കോൺഗ്രസ്സിന് കിട്ടുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കമ്മിറ്റി, ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് KC വേണുഗോപാലിനാണ് കിട്ടിയത്. ഇത് വിദേശകാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ കൊടുത്തത്. അദ്ദേഹം MP ആയിട്ട് 4ാം തവണയാണ് ജയിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്? അദ്ദേഹം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെയിലുണ്ടായിരുന്ന ഒരു പൂച്ച പുറത്തു വന്നിരിക്കുകയാണ്. എന്താണെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം തന്നെ പറയുന്നു, എനിക്ക് കോൺഗ്രസ്സുകാരേക്കാൾ അപ്പുറത്ത് വലിയ സ്വാധീനങ്ങളുണ്ട്. എൻ്റെ പ്രവൃത്തിയും എൻ്റെ വാക്കുകളും സകലരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ കാര്യമായിട്ടൊരു കോൺഗ്രസ് നേതാവില്ല, പറ്റിയ നേതാവില്ല. സർവേകളിൽ, സ്വകാര്യ സർവേകളിൽ
അദ്ദേഹത്തിന് 1-ാം സ്ഥാനം വരുന്നുണ്ട്. അത് ഏത് സർവേ ആണെന്നൊന്നും ഞാൻ കണ്ടില്ല. സ്മൃതി കണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് നോക്കാം. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലീഗ് ആയിരിക്കണം, ലീഗ് പോലുള്ള ഘടകകക്ഷികൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്, അദ്ദേഹം നേതൃത്വത്തിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം അടുത്ത കോൺഗ്രസിൻ്റെ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് രാഹുൽ ഗാന്ധിയെ കണ്ട് പറഞ്ഞതും അതിന്മേൽ രാഹുൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകാതിരുന്നതും അല്ലേ? അതെ, ഞാൻ അതിലേക്ക് വരാം. ആണ്ടി എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ട് കോഴിക്കോട്ട്, ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ആണ്ടിയുടെ പാസ് ഏറ്റവും ഗംഭീര പാസ്സെന്ന് ഫുട്ബോളിലെ എന്ന് പറയുന്നവരാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും പറ്റിയ ആൾ. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ സർവ്വതാ യോഗ്യനായ ഒരാളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് ഈ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ്, അതായത് ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന് കൊടുത്തത്. അത് 26-ാം തീയതി ഈ ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിൽ വരേണ്ടതാണ്. അതിനു മുമ്പായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് അതെടുത്ത ഒരു പ്രിവ്യൂ പോലെ അത് കൊടുത്തതാണ്. അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ പറ്റണം, ഞാൻ വേറൊരു രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിക്കോട്ടെ, എങ്ങനെയാണ് അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിലെ മറ്റ് പദവികളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അദ്ദേഹം എവിടെയോ പറഞ്ഞു പാർലമെൻ്ററി പാർട്ടി ലീഡറാവാൻ യോഗ്യനാണെന്ന്. അദ്ദേഹം യോഗ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തെ ലോക്സഭയിലെ പാർലമെൻ്ററി പാർട്ടി ലീഡറാക്കിയാൽ അദ്ദേഹം അടുത്ത കിട്ടുന്ന അവസരത്തിൽ, പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരത്തിൽ അദ്ദേഹം മോദിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? പാർലമെൻറ്റിനുള്ളിൽ ലോക്സഭയിലെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തന്നു എന്നാണ് പറയുന്നത്. പിന്നെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും അവർ തമ്മിലുള്ള 1-to-1 ഡിസ്കഷനിൽ എന്ത് നടന്നൊന്നും നമുക്കാർക്കും അറിയില്ല. അദ്ദേഹം NSUIൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചുമതല ചോദിച്ചു എന്നാണ് പറയുന്നത്. അത് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ഒരു രീതിയുണ്ട്, അതിലൂടെ പ്രവർത്തിച്ചു വന്നവർക്കാണ് അത് കൊടുക്കുക. ശശി തരൂറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? അദ്ദേഹം UN-ൽ 50ഓളം അണ്ടർ സെക്രട്ടറി ജനറൽമാർ, ഞാൻ ആ സൈറ്റിൽ നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ട 50-ലേറെ പേരുണ്ടെന്നാണ്. അദ്ദേഹം ഉള്ളപ്പോൾ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അതിലൊരാളായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സർവാത്മന സ്വീകരിച്ചു. അദ്ദേഹത്തിന് എന്തൊക്കെ പൊസിഷൻസ് കൊടുത്തു. ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. ആദ്യത്തെ തവണ തന്നെ മന്ത്രിസ്ഥാനം നൽകി. എങ്ങനെയാണ് ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഒരു ക്രിക്കറ്റ് ടീമുമായിട്ട്, ഫ്രാഞ്ചൈസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ഹ്യൂമൻ റിസോഴ്സ് വകുപ്പായിരുന്നു തോന്നുന്നു. ആദ്യം വിദേശകാര്യ വകുപ്പാണ്. ഹ്യൂമൻ റിസോഴ്സ് വകുപ്പിൽ സഹമന്ത്രി സ്ഥാനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആദ്യം ഓടിയെത്തുന്ന ഒരാൾ സോണിയാഗാന്ധി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അന്ന് പാർട്ടി കൂടെ നിന്നു. ഇതിനപ്പുറത്ത് എന്താണ് ശശി തരൂറിനെ പോലൊരു ആളിന് കോൺഗ്രസ് പാർട്ടി നൽകേണ്ടതെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അധികാരമില്ല, കേന്ദ്രത്തിൽ അധികാരമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. അദ്ദേഹത്തിന് നേതൃസ്ഥാനത്തേക്ക് വരാവുന്ന രീതി മത്സരിക്കുക എന്നുള്ളതാണല്ലോ. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. എന്നിട്ട് എത്ര വോട്ടാണ് കിട്ടിയത്? 1072 വോട്ട്, 7897 വോട്ട് നേടി, 84% വോട്ട് നേടിയാണ് ഖാർഗെ ജയിച്ചത്. ഖാർഗെ നമുക്കറിയാവുന്നതുപോലെ നെഹ്റു ഫാമിലിയുടെ, നെഹ്റു ഗാന്ധി ഫാമിലിയുടെ നോമിനിയായിട്ട് മത്സരിച്ച ആളാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അവരത് സമ്മതിക്കില്ലെങ്കിലും അദ്ദേഹത്തോട് മത്സരിച്ച, അതായത് നെഹ്റു ഫാമിലിയുടെ സ്ഥാനാർത്ഥിയോട് മത്സരിച്ച ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ 100 പേരിയ്ക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം എന്ത് പറയാനാ, ഒരു വലിയ ഹോളിലിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരാൾ തുടങ്ങിയാൽ, പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, സ്മൃതിയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ 10000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അത് എങ്ങനെയാണ് ജയിച്ചതെന്നുള്ളതിൻ്റെ ഒരു കഥ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ചില ചർച്ചകളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അത് പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിന്റെ ഉത്തരം അവസാനിപ്പിക്കാം. എന്ന് പറയുന്നത് തെറ്റായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ 1077 വോട്ട്. ഇനി കുറയ്ക്കണ്ട. 20,000 എന്ന് വെച്ചു, ഒട്ടും ഞാൻ കുറയ്ക്കുന്നില്ല. അന്ന് ഈ അദാനിക്കെതിരായിട്ട്, അദാനിയുടെ പോർട്ടിനെതിരായിട്ട്, വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട് ആ തീരദേശത്തെ പാവപ്പെട്ട തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ നമ്മുടെ ശശി തരൂർ അദാനിക്കൊപ്പമായിരുന്നു, ആ തൊഴിലാളികൾക്കൊപ്പമായിരുന്നില്ല. അതേക്കുറിച്ച് ലത്തീൻ കത്തോലിക്കരടങ്ങുന്ന ഒരു വിഭാഗമാണ്. അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു ജനസമൂഹമാണെന്ന് ഓർക്കണം. ആ സന്ദർഭത്തിൽ സ്മൃതി പറഞ്ഞ പോലെ ധാരാളം ബുദ്ധിമുട്ടി കോൺഗ്രസ് പ്രവർത്തകർ. അവരെ ബോധ്യപ്പെടുത്തുന്നതിന്, അവരെ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യിക്കുന്നതിന് ധാരാളം ബുദ്ധിമുട്ടി. ആ തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് ന്യൂഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ
കേരളത്തിൽ പെട്ടെന്നൊരു സന്ദർശനം നടത്തി. ഒന്ന് എറണാകുളത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള ആളുകളെ അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരം, തൃശ്ശൂർ സീറ്റിന് വേണ്ടിയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം കൂടെ പിടിച്ചെടുക്കണമെന്ന് BJPക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതിനാണ് അതിൻ്റെ ഒരു സക്സേന ആണ്, പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. എന്നിട്ട് തിരുവനന്തപുരത്തെ ലത്തീൻ സഭയുടെ മെത്രാൻ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ ഈ ഗവർണറെ കാണാൻ വിസമ്മതിച്ചു. ചെറിയ കാര്യമല്ല, ലഫ്റ്റനന്റ് ഗവർണർ BJP ഗവൺമെൻറ് അയച്ചതാ. അത് മാത്രമല്ല, സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രമുഖ നേതാവ് ഈ നെറ്റോ പിതാവിനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും തോമസ് നെറ്റോ ആ ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ വിസമ്മതിച്ചു. അദ്ദേഹം ഒരുപക്ഷെ ഈ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു ഓഡിയൻസ്, ഒരു കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന വിശ്വപൗരൻ ഇത്തവണ പാർലമെൻറ്റിൽ ഉണ്ടാവില്ലായിരുന്നു. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഈ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാലരുവി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു തീവണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് ഏതോ ചില ആളുകൾ 2 ഇലക്ട്രിക് പോസ്റ്റുകൾ എടുത്ത് പാളത്തിലിട്ടു. അതിന് സമാനമായ കാര്യമാണ് ഇപ്പോൾ ശശി തരൂർ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1.25 വർഷത്തിന് ശേഷം വരാനിരിക്കും. ഞാൻ സ്മൃതി, എനിക്ക് ഒരു അര മിനിറ്റ് കൂടി എനിക്ക് അനുവദിക്കണം. പണ്ട് പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. VS-നെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതായത് കടലിൽ ഇങ്ങനെ കടലലകൾ ഇങ്ങനെ തട്ടകസിച്ച് ഉയർന്നു വരികയാണ്. ഒരു കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ എൻ്റെ പ്രസംഗം, ഇതിൻ്റെ കോപ്പിറൈറ്റ് അദ്ദേഹത്തിനാണ്, പിണറായി വിജയനാണ്. അപ്പോൾ ഈ ആർത്തലച്ചു വരുന്ന കടലലകൾ കണ്ടപ്പോൾ ഒരു കുട്ടി ഒരു ബക്കറ്റിൽ ഈ വെള്ളം കോരിയെടുത്തിട്ട് ആ ബക്കറ്റിൽ അദ്ദേഹം തിരമാലകളെ പ്രതീക്ഷിച്ചു. അവിടെ കണ്ടില്ല. അപ്പോൾ പിണറായി പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ കടലിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുമ്പോഴാണ് ഈ കടൽ വെള്ളത്തിന് ഈ തിരമാലയാകാൻ ശക്തി കിട്ടുന്നത്. അതുപോലെ ശശി തരൂറല്ല, ആരാവട്ടെ, ഇനി അത് രാഹുൽ ഗാന്ധി ആവട്ടെ, അദ്ദേഹം നിൽക്കുന്ന പാർട്ടിയോട്, അദ്ദേഹത്തെ ഈ നിലയിലാക്കിയ പാർട്ടിയോട് അതിൻ്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു നേതാവാകാൻ, അല്ലെങ്കിൽ ജനങ്ങളെ നയിക്കാൻ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ, രാജ്യത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവായി മാറുന്നത്. അത് ശ്രീ ശശി തരൂർ മറക്കരുത് എന്നാണ് ആദ്യ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത, രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നേതാവിന് CPM-ൽ സ്ഥാനമുണ്ടോ? ഇപ്പോൾ ശ്രീ ശശി തരൂർ കോൺഗ്രസിൻ്റെ AICC അംഗമാണ്, അതുപോലെ MP ആണ്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, പാർലമെൻറ്റിലടക്കം. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കി. പക്ഷേ അദ്ദേഹത്തെ അനാഥനാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അല്ല, അത് ആ സാഹചര്യം വരുമ്പോൾ ഏതായാലും പ്രതികരിക്കേണ്ടത് നേതാക്കന്മാർ അതുപോലെ പ്രതികരിക്കുമല്ലോ. ഇപ്പോൾ ശ്രീ ശശി തരൂർ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നേതൃപ്രതിസന്ധി ഉണ്ട് എന്നതാണ്. അടുത്ത കാലത്തായി UDF-ലെ തന്നെ പല ഘടകകക്ഷികളും ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ്. KPCC-യുടെ യോഗം പോലും ഒരുമിച്ചിരുന്ന് കൂടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഇന്നും ഇന്നലെയുമെല്ലാം പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രവൃത്തിയൊക്കെ നമ്മൾ നിരവധി കണ്ടതാണ്. അത്തരത്തിൽ സംഘർഷ ഫലിതമായിട്ടുള്ള ഈ സാഹചര്യം മാറ്റണമെന്ന് രണ്ടാമത്തെ മുതിർന്ന കക്ഷിയായ മുസ്ലിം ലീഗ് അടക്കം ആവശ്യപ്പെട്ടതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അടിത്തറ വികസിപ്പിച്ചില്ലെങ്കിൽ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വായിച്ചത്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര അടിത്തറ വികസിപ്പിച്ചാലും ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് UDF-നുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ആദ്യ ലേഖനത്തിൽ പോലും വലിയ തരത്തിൽ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ലോക സാഹചര്യം കൂടി വിലയിരുത്തി ഇന്റർനാഷണൽ ഡേറ്റ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം, അതിൻ്റെ ഭാഗമായി അദ്ദേഹം വിശ്വപൗരനല്ല എന്ന് പറഞ്ഞ് ഈ ചർച്ചയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പല വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത്. അതുപോലെ നിരവധി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ റെയിലിൻ്റെ ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം
അതിനെ പെട്ടെന്ന് തള്ളി പറയാനൊന്നും തയ്യാറായില്ല. കോൺഗ്രസിന്റെ എംപിമാർ റെപ്രസെന്റേഷൻ കൊടുത്തപ്പോൾ അതിൽ ഒപ്പിടാൻ അദ്ദേഹം തയ്യാറായില്ല. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ സെമിനാർ കോഴിക്കോട് വെച്ച് ഇദ്ദേഹം പങ്കെടുക്കാൻ പോണതിന്റെ തലേദിവസം അത് ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് പല വികസന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം വളരെ ഗൗരവമായിട്ട് തന്നെ കേരളത്തിലെ യുവജനങ്ങൾ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് വികസനത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ വിഭാഗം ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായി. അപ്പോൾ അത്തരത്തിൽ അഭിപ്രായം പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന, വളരെ മോശം ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, ആക്രമിക്കുന്ന സാഹചര്യം അദ്ദേഹത്തെ കൂട്ടുള്ള ഒരു പൗരന് അതിനോട് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അടിത്തറ വികസിപ്പിക്കാൻ, അടിത്തറ ഉറപ്പുള്ളതാക്കാൻ ശശി തരൂരിന്റെ സംഭാവന എന്താണെന്നാണ് CPM-ന്റെ ഒരു മനസ്സിലാക്കൽ? അല്ല, അതൊക്കെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും നോക്കേണ്ടതാണ്. ഇപ്പോൾ അവസാനമായി നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ 20 കൊല്ലത്തെ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്താൽ 2006 UDF-ന് കിട്ടിയ സീറ്റ് 57 2011 ആയപ്പോൾ അത് 72 കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് വർധനവ്. അത് 2016 ആയപ്പോൾ 47 കുറഞ്ഞു. 2021 ആയപ്പോൾ അത് 41 കുറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 20 കൊല്ലം UDF-ന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ആണ് ഞാൻ പറഞ്ഞത്. 57, 72, 47, 41. എന്നാൽ ഇപ്പോഴത്തുള്ള LDF 2006 98 സീറ്റുണ്ട്. 2011 വലിയ തരംഗത്തിൽ ഞങ്ങൾ പോകുമ്പോഴും 2 സീറ്റ് വ്യത്യാസത്തിന് 68 സീറ്റായിട്ടാണ് കുറഞ്ഞത്. 2016 ആയപ്പോൾ അത് 91, 2021 ആയപ്പോൾ 99. സീറ്റിൻ്റെ വോട്ടിംഗ് ശതമാനം ഞാൻ വായിക്കുന്നില്ല, എൻ്റെ മുന്നിലുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിത്തറ ആരുടേതാണ് വിപുലം? അത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം വേറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും എടുത്ത് നോക്കുമ്പോൾ ആ അടിത്തറ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. UDF-ൽ തന്നെ അവസാനത്തെ 2 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം വളരെ തുച്ഛമായിട്ടുള്ള സീറ്റ് വ്യത്യാസമുള്ളൂ. ഇപ്പോൾ 21-15 ഈ തവണ. കഴിഞ്ഞ തവണ 22-18. കഴിഞ്ഞ തവണ 4 സീറ്റ് വ്യത്യാസം ഉണ്ടായി. ഈ തവണ അത് 6 സീറ്റ് വ്യത്യാസമുണ്ട്. അതിൽ തന്നെ മുഖ്യ പ്രതിപക്ഷമായി ലീഗ് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് UDF-ലെ തന്നെ പല നേതാക്കന്മാർ വരുന്നുണ്ട്. അതുകൊണ്ട് അടിത്തറ എന്താണ്, ഇപ്പോഴെന്താണ് സാഹചര്യം, അത് ഇളകി മറിഞ്ഞ് പോയില്ലേ എന്നുള്ള സാഹചര്യങ്ങളെല്ലാം കോൺഗ്രസ് തന്നെ പരിശോധിക്കേണ്ടതാണ്. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിജയമുണ്ടായി, അതുകൊണ്ട് അടിത്തറ ഭദ്രമാണെന്നാണ് അവർ ഓപ്പണായിട്ട് പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ കയ്യിലിരുന്ന സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഭൂരിപക്ഷം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. ഒരു നേതാവ് മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഭൂരിപക്ഷം കൂടും. അത്തരത്തിൽ സാഹചര്യങ്ങളാണുള്ളത്. ഞങ്ങൾ പക്ഷേ ഇതൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ച് വികസന അജണ്ട പൂർത്തീകരിച്ച് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ നടക്കുന്നു. പാർട്ടി സമ്മേളനം അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു കുറവുകളോ ശ്രദ്ധക്കുറവോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ഏറ്റവും ശക്തമായി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനം അന്ന് താഴോട്ടാണ്, ശതമാനക്കണക്കുകൾ വെച്ചാൽ താഴോട്ടാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ ശശി തരൂർ ഒന്നുകൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കി അതിഥികളിലേക്ക് ഞാൻ വേഗം. മോഹൻ വർഗീസ്, എന്താണ് തരൂർ മുന്നിൽ കാണുന്നത്? തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. എഴുത്തിന്റെ വഴിയും പ്രസംഗത്തിന്റെ വഴിയുമാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതുമാത്രമല്ല എന്ന സൂചനകളും അദ്ദേഹം ആ അഭിമുഖത്തിൽ നൽകുന്നുണ്ട്. സ്മൃതി, അത് മാത്രമല്ല എന്നത് വ്യക്തമാണ്. തനിക്ക് മുന്നിലെ വഴികളെക്കുറിച്ച് തരൂരിന് നല്ല നിശ്ചയമുണ്ട്. അത് മാത്രമല്ല, നന്നായി വിലപേശാൻ അറിയാവുന്ന ഒരു തരൂരിനെയാണ് ഇപ്പോൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ, ആ പ്രൊഫൈലിനോട് കിടപിടിക്കുന്ന ഗ്ലോബൽ പ്രൊഫൈലാണ്, ഇന്റർനാഷണൽ പ്രൊഫൈലാണ്. അതിനോട് കിടപിടിക്കുന്ന അധികം നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയിലില്ല. കോൺഗ്രസ് പാർട്ടിയുടെ താഴെ തട്ടിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഒരു നേതൃത്വമല്ല തരൂരിൻ്റേത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി അല്ല എങ്കിൽ മറ്റ് ഓപ്ഷൻസ് അനേകമാണ്. അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, വലിയ തോതിൽ ഈ ചിന്താസരണികളെ മഥിക്കാൻ തക്ക വാഗ്ധാരണയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേനയുടെ മൂർച്ചയും വളരെ വലുതാണ്. അദ്ദേഹത്തിനൊരു കരിയർ എന്നത് വിഷയമല്ല. ഈ അദ്ദേഹത്തിന് ലഭിക്കേണ്ട വിസിബിലിറ്റി ഒരു പാർട്ടിയിൽ കൂടെ അല്ല എങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിസിബിലിറ്റിയും ഇമ്പാക്റ്റും ബൈറ്റും ഒരുപക്ഷെ അദ്ദേഹം ഒരു സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിൽ ഒരു ഇന്റലക്ച്വൽ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. അതായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെ പോകുന്നത്. പക്ഷേ ഒരു പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾ, ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി ലോക്സഭയിൽ എത്തുമ്പോൾ ആ പാർട്ടി ലൈൻ എന്ന ഒന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഒരു പവറാണെന്നൊക്കെ പറയുമ്പോഴും വെസ്റ്റ്മിൻസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്റ് ജനാധിപത്യം ഇപ്പോഴും ഇന്ത്യ ശൈശവദശയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഇന്ത്യൻ രീതികൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് വിധേയപ്പെട്ട് അല്ല എങ്കിൽ നല്ലത് കാണുമ്പോൾ നല്ലത് എന്നതല്ല. പ്രതിപക്ഷത്തിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ.
അത് തരൂറിന്റെ ഒരു ഐഡിയലാണ്, ഒരു പക്ഷേ ഗ്ലോബൽ ഐഡിയലാണ് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിൽ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിയെയും ശ്രീ പിണറായി വിജയനെയും സ്തുതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുഖത്തടിയേറ്റാൻ തുല്യമാണ്. അതുകൊണ്ട് ആ വിമർശനങ്ങൾ വരുമ്പോൾ തരൂർ ഇവിടെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ സ്മൃതി. എനിക്ക് കിട്ടുന്ന ബാക്കിംഗ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ അദ്ദേഹം അക്നോളജ് ചെയ്യുന്നു. അതിനുപരിയായി ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്കോ UDFനോ ലഭിക്കാൻ സാധ്യതയില്ലാത്ത നിഷ്പക്ഷരായ തിരുവനന്തപുരത്തെ നിഷ്പക്ഷരായ വോട്ടുകൾ കൂടി, ആളുകളുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് 4ാം വട്ടവും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക ശ്രീ മോഹൻ വർഗീസ്? തനിക്ക് കിട്ടിയ വോട്ടുകൾ അവസാനം വിയർത്ത ഘട്ടത്തിൽ ഏത് വോട്ടുകളാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് എന്ന് അദ്ദേഹം എങ്ങനെയാണ് മറന്നു പോകുന്നത്? അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നഗര വോട്ടുകൾ, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ യൂത്തിന്റെ വോട്ട് എന്നൊക്കെ പറയുന്നത് BJP സ്ഥാനാർത്ഥിയിലേക്ക് പോയ ഘട്ടത്തിൽ അദ്ദേഹത്തെ 2 തവണ രക്ഷിച്ചത് ഒരു പ്രത്യേക ബെൽറ്റാണ്. ലത്തീൻ വോട്ടുകളാണ് സഹായിച്ചത്. ആ ലത്തീൻ വോട്ടുകളെ പിണക്കിയ ഘട്ടം ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചല്ലോ. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പോയി കാലു പിടിച്ചിട്ടാണ് വോട്ട് തിരികെ കിട്ടിയത്. അവരുടെ കണ്ണീരിൽ, അവരുടെ പ്രതിഷേധങ്ങളിൽ മുഖം തിരിച്ചുന്ന നേതാവിനെയാണ് അവസാനം അവർ രക്ഷിച്ചത്. ആ വോട്ട് കോൺഗ്രസ് വോട്ടല്ല എന്നാണ് ഇപ്പോൾ തരൂർ പറയുന്നത്. അങ്ങനെ പൂർണ്ണമായി ആ രീതിയിലല്ല തരൂർ. കോൺഗ്രസ് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്, അത് മാത്രം മതിയാകുമായിരുന്നില്ല. തിരുവനന്തപുരം പോലെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ അത് മാത്രം മതിയാകുമായിരുന്നില്ല. ഇവിടെ നോക്കൂ, തിരുവനന്തപുരത്തേക്ക് തന്നെ വരാം, തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലത്തിലേക്ക് തന്നെ വരാം. ഇവിടെ തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലത്തിലെ തെക്കുള്ള 3 നിയമസഭാ സെഗ്മെന്റുകൾ, നേമം, അതുപോലെ കോവളം, അതുപോലെ പാറശാല സെഗ്മെന്റുകളിൽ അവിടെയാണ് ലത്തീൻ കത്തോലിക്ക ഒരു വിഭാഗമുള്ളത്, തീരദേശ മേഖലയുള്ളത്. തീരദേശ മേഖല തരൂറിനോട് ഭാഗികമായെങ്കിലും മുഖം തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത നിലപാടിനോടുള്ള വിയോജിപ്പാണ്. ഇവിടെ അവസാന നിമിഷം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന്റെ പിതാക്കന്മാരെ അല്ലെങ്കിൽ വൈദികരെയും ബിഷപ്പുമാരെയും എല്ലാം സ്വാധീനിച്ച് അത്യാവശ്യം നമ്പർ അത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, ഈ പ്രാവശ്യം മാത്രമല്ല. അതാണ്. പക്ഷെ തരൂർ പറയുന്ന ലോജിക്ക് അത് മാത്രമല്ല, അത് അക്നോളജ് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് ലഭിക്കുമായിരുന്ന ന്യൂ ജനറേഷൻ വോട്ടുകൾ അത് കട്ട് ചെയ്യാനും കഴിഞ്ഞു. കാരണം തരൂറും രാജീവ് ചന്ദ്രശേഖറും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി യൂത്ത് ആൻഡ് പ്രോഗ്രസീവ് മൈൻഡഡ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്, അർബൻ മിഡിൽ ക്ലാസ്, അർബൻ എലീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ ടെക്നോസെൻട്രിക് ആളുകൾ, IT പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരുടെ വോട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ കുതിച്ചുകയറ്റം നടക്കാവുന്ന ആ ഒരു സാഹചര്യത്തിൽ തരൂർ എഫക്ട് അവിടെയും ഭാഗികമായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതാകാം അദ്ദേഹത്തിന്റെ നറേറ്റീവ്. അതേക്കുറിച്ച് സ്പെസിഫിക്സിലേക്ക് അദ്ദേഹം വോട്ട് ചെയ്യുന്നവരും, അതാണ് ഈ സ്വതന്ത്ര വോട്ടുകൾ എന്നൊക്കെ പറയുന്നത്, ഇടതിന് വോട്ട് ചെയ്യുന്നവരും BJP ജയിക്കാതിരിക്കാൻ തരൂരിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എല്ലാ തവണയും കാണാറുള്ള ഒരു പാറ്റേൺ. അത് സംഭവിച്ചിട്ടുണ്ട് ഇത്തവണയും. എക്കാലത്തും സ്മൃതി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും 24 തെരഞ്ഞെടുപ്പിലും ഒരുപോലെ സംഭവിച്ചൊരു കാര്യമാണ്. CPI ആണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ CPM ഖാദറിന്റെ വോട്ടുകൾ അവസാന നിമിഷം ചെറിയൊരു വിഭാഗമെങ്കിലും വിജയസാധ്യത കാണാത്തതുകൊണ്ട് അത് അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ കുത്തിക്കഴിഞ്ഞാൽ അത് BJPക്കായിരിക്കും പ്രയോജനം എന്നതുകൊണ്ട് ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് അവസാന നിമിഷം നീങ്ങുന്ന ഉച്ചയ്ക്ക് ശേഷം ഒരു 2 o'clock എന്നാണ് പറയുക, അല്ലെങ്കിൽ 4 o'clock വോട്ട് എന്നാണ് പറയുക, 4 മണി വോട്ടെന്നാണ് പറയുക. 4 മണിക്ക് ശേഷം ആ ടൈഡ് തിരിയുന്ന ഒരു കാഴ്ച ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും എല്ലാം കണ്ടു. ഇതെല്ലാം തന്നെ തരൂറിന്റെ മനസ്സിലുണ്ട്. പക്ഷേ തരൂർ മനസ്സിൽ കൽപ്പിച്ചുറപ്പിച്ചതിന് ഒരു കാരണം കണ്ടെത്തേണ്ടതുണ്ട്. നോക്കൂ, തരൂർ, ഞാനതാണ് പറഞ്ഞത്, തരൂർ ഒരു ടാക്ടീഷ്യനാണ്. വെറുതെ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയോ കലഹിക്കുകയോ വിലപേശുകയോ ചെയ്യാനാവില്ല. പാൻ ഇന്ത്യ ലെവൽ അദ്ദേഹം പറയുന്നു 19% കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിലും, കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലും 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 14 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20% കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 27% ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ത്രഷ് ഹോൾഡെങ്കിലും ആകുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ഷെയർ ഉയർത്തണമെങ്കിൽ വ്യത്യസ്തമായി, അൺകൺവെൻഷനലായി ചിന്തിക്കുന്ന ഒരാൾ വേണം. ഒരു പരമ്പരാഗത ഒരു പൊളിറ്റീഷ്യനെ കൊണ്ട് ചിന്തിക്കാനാവാത്ത രീതിയിൽ പുതിയ ദർശനങ്ങൾ, പുതിയ പാറ്റേണുകൾ, ഭാവിക്ക് വേണ്ടി ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കൺവെൻഷണൽ കോൺഗ്രസ് പൊളിറ്റീഷ്യൻസ് കഴിയില്ല. അതുകൊണ്ട് എന്റെ എക്സ്പെർട്ടീസ് ഉപയോഗിക്കണം, ഐ ഹാവ് എ ഗ്ലോബൽ എക്സ്പെർട്ടീസ് എന്ന രീതിയിലാണ് തരൂർ പറയുന്നത്. അതുകൊണ്ടാണ് തരൂർ രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നത് ഇത് ഊഹിക്കാൻ മാത്രമേ പറ്റൂ.
അടച്ചിട്ട മുറികൾക്കുള്ളിൽ സ്മൃതി എന്താണ് രാഹുൽ ഗാന്ധിയും തരൂറും തമ്മിൽ സംസാരിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമല്ലേ പറ്റൂ. ഒരുപക്ഷെ തരൂറിന് വേണ്ടത് ഒരു റെലവൻസ് ആണ്. ഒന്നുകിൽ നാഷണൽ റെലവൻസ്, പാർലമെന്റിൽ കോൺഗ്രസിന്റെ ശബ്ദമാകാൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാകാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. അതിനുശേഷമേ തരൂറിന്റെ ശബ്ദം അവിടെ മുടങ്ങി കേൾക്കൂ. അവിടെ ഒരു വീക്ക്നെസ് ആണ്. എങ്കിൽ കേരളത്തിലെങ്കിലും അർഹിക്കുന്ന ഒരു സ്പേസ് വിശ്വപൗരന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം എന്നത് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കാം. പലരും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്ന് മുൻപ് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു ചിത്രം അനുസരിച്ച് ഒരുപക്ഷെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാകാം. പക്ഷെ വളരെ യാഥാർത്ഥ്യബോധമുള്ള തരൂറിനറിയാം ഇപ്രാവശ്യം അത് നടക്കില്ല. കാരണം കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തരൂരിനെതിരായ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ്. ഒരാൾ പോലും തരൂരിന്റെ വേറിട്ടുള്ള ഒരു പന്ഥാവിനെ എൻഡോഴ്സ് ചെയ്യുന്നതായി ഇവിടെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ തരൂരിന് കേരള മുഖ്യമന്ത്രി പദം എന്നത് കിട്ടാക്കനിയായി അവശേഷിക്കാനാണ് സാധ്യത. ജാതി സമവാക്യങ്ങൾ എല്ലാം ശരിയായി വരും. ഒരുപക്ഷെ ഒരു നായർ കാൻഡിഡേറ്റ് ആകണം അടുത്ത മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസിനുള്ളിൽ ധാരണയുണ്ടെങ്കിൽ ഒരു 4 നായർ കാൻഡിഡേറ്റ്സ് എങ്കിലും റെഡിയാണ്. ആ പദവി ഏറ്റെടുക്കാൻ റെഡിയാണ്. നേതൃദാരിദ്ര്യമില്ല, നേതൃധാരാളിത്തമാണുള്ളതെന്ന് കെ മുരളീധരൻ പറയുന്നത് ഒരുപക്ഷെ ആ ഒരു അർത്ഥത്തിലായിരിക്കും. വി ഡി സതീശനുണ്ട്, കെ മുരളീധരൻ തന്നെയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നായർ കാൻഡിഡേറ്റ് ആണ് ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ മനസ്സിൽ ഉള്ളത് എങ്കിൽ അതിൽ തരൂർ കൂടി ശ്രമിച്ചിട്ട് കാര്യമായ ഒരു പ്രയോജനം ചെയ്യാനില്ല. തരൂരിനെ ആദ്യഘട്ടത്തിൽ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ട ആൾ എന്ന നിലയ്ക്ക് ഉയർത്തിക്കാട്ടാൻ ആലോചിച്ചിരുന്ന മുസ്ലിം ലീഗും ഇപ്പോൾ നിലപാട് മാറ്റിയത് താങ്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അതിനുള്ള വ്യക്തമായ കാരണമുണ്ട്. തരൂർ മുസ്ലിം ലീഗിന്റെ ഒരു അജണ്ട അനുസരിച്ചോ മുസ്ലിം താല്പര്യങ്ങൾ അനുസരിച്ചോ മാത്രം നിൽക്കില്ല, അതൊക്കെ മേലെ പോവുകയാണ്. ഗാസ വിഷയത്തിൽ തരൂർ എടുത്ത നിലപാട് ഒറ്റ വാക്കിലാണ്. ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടന എന്ന വിവക്ഷിക്കുമ്പോൾ ആ നിമിഷം തന്നെ ഒരു ചെറിയ വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിലെങ്കിലും തരൂരിനുണ്ടായിരുന്ന ഗുഡ് വില്ല് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് മുസ്ലിം ലീഗിന് കാണാതെ പോകാനൊക്കില്ല. മുസ്ലിം ലീഗ് വളരെ മൃദുവായ രീതിയിലുള്ള ഒരു പാർട്ടിയാണ്. തീവ്ര ഇസ്ലാമിക വികാരം ഹോൾഡ് ചെയ്യുന്ന പാർട്ടിയല്ല. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഒരു ഫീലിംഗ് കാണാതെ പോകരുത്. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ മുസ്ലിം ലീഗ് ബാക്ക് ഫുട്ടിലാണ്. അത് ആദ്യത്തെ തിരിച്ചടിയായി. പക്ഷേ അതിനുശേഷവും തരൂരിനെ അങ്ങനെയൊന്നും തള്ളി പറഞ്ഞിരുന്നില്ല മുസ്ലിം ലീഗ്. പക്ഷേ ഇപ്പോൾ മുന്നണിയെയും പാർട്ടിയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ, ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം ലീഗ് പിന്തുണ നൽകുക? അപ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണയുമില്ല. അപ്പോൾ തരൂരിനെ സംബന്ധിച്ച് ഇനി തരൂരിന് ഒരു മറുപടി നൽകാൻ ഏതായാലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ശ്രീ മോഹൻ. അങ്ങനെയാണെങ്കിൽ തരൂർ ഇങ്ങനെ പ്രതികരിച്ച് സ്വയം പുറത്തു പോകുമോ? എന്താണ് താങ്കളുടെ തോന്നൽ? എനിക്ക് തോന്നുന്നില്ല സ്വയം പുറത്തു പോകും എന്ന ഒരു ചിന്ത ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ടു പ്രിമച്യൂറാണ്. പുറത്തു പോകാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണോ തരൂർ? അതൊരു വാലിഡ് റീസണാണ്. തരൂർ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും സാധാരണക്കാർ, ഒരു നോൺ പൊളിറ്റിക്കൽ ക്ലാസ്. പക്ഷെ നോൺ പൊളിറ്റിക്കൽ ക്ലാസ് എന്ന് പറയുന്നവർ ഒപ്പീനിയൻ മേക്കേഴ്സ് അല്ല, പൊളിറ്റിക്കൽ ക്ലാസ് തന്നെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഒപ്പീനിയൻ മേക്കേഴ്സ്. ആ ഒപ്പീനിയൻ മേക്കേഴ്സിന്റെ ഒപ്പീനിയന് വേണ്ട വില കൊടുത്തില്ല. അത് രാഷ്ട്രീയ പരിചയത്തിന്റെ കുറവ് തന്നെയാണ്. തരൂറിന്റെ രാഷ്ട്രീയ പരിജ്ഞാനത്തിന്റെയും പരിചയത്തിന്റെയും എത്രത്തോളം വിശ്വപൗരനായി ഭാവിച്ചാൽ പോലും ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ന് പറയുന്നത് അസസ് ചെയ്യുന്നതിൽ തരൂർ ഭാഗികമായിട്ടെങ്കിലും പരാജയപ്പെട്ടു. ഇപ്പോൾ തരൂർ പ്രതീക്ഷിക്കുന്നത് ആകമാന ഒരു കൂട്ടിക്കുഴച്ചിൽ, ഒരു പൊരിച്ചിൽ ഉണ്ടാകുമ്പോൾ റീ അലൈൻമെന്റ് ഓഫ് ദ ഫോഴ്സസ് ഉണ്ടാകും എന്നാണ്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം മാറ്റി നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഓണറബിളായി, ഒരുപക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു ചിന്ത, കോൺഗ്രസ് പാർട്ടിക്കും BJPക്കും ഇടതുപക്ഷത്തിനും ഒക്കെ അതീതമായി ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ സാംസ്കാരിക ദേശീയതയെ, അത് ഹിന്ദുത്വ ലൈനിലല്ല, BJP പറയുന്ന ഹിന്ദുത്വ ലൈനിലല്ല, വൈ ഐ എം എ ഹിന്ദു എന്ന തരൂറിന്റെ തന്നെ ഒരു റെറ്ററിക്, അത് ലോകത്താകമാനം ഒരു സോഫ്റ്റ് പവർ എന്ന രീതിയിൽ ഇന്ത്യയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രാൻഡ് അംബാസഡറായി ഏതെങ്കിലും ഒരു പ്രത്യേക തസ്തികയിലോ അല്ലാതെയോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ പരിഗണിക്കണം. എങ്കിൽ കോൺഗ്രസ് ബാന്ധവം ഒരു വലിയ കീറാമുട്ടിയായി മാറും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ബാന്ധവത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കുതറി മാറണം എന്ന ഒരു അൾട്ടീരിയർ മോട്ടീവ് കൂടി ഒരുപക്ഷെ തരൂറിനുണ്ടാകാം. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഒരു പോസ്റ്റ്, അതേസമയം BJPയുമല്ല കോൺഗ്രസുമല്ല. അപ്പോൾ എന്താണ് അദ്ദേഹം യഥാർത്ഥത്തിൽ കാണുന്നത്? താങ്കൾക്ക് എന്തൊക്കെയോ സൂചനയുണ്ടെന്ന് തോന്നുന്നു, ഒന്നുകൂടെ വ്യക്തത വരുത്താമോ?
അവിടെയാണ് PR, അവിടെയാണ് PR വർക്ക് എന്ന അദൃശ്യമായൊരു സാന്നിധ്യമാണ് സോഫ്റ്റ് പവർ എന്നത്. India is an emerging power. India is a soft power. India is not only a hard power, ന്യൂക്ലിയർ പവർ എന്ന നിലയിലോ വ്യവസായ ശക്തി എന്നുള്ള നിലയിലോ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലോ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാൻ പോകുന്നു എന്ന നിലയിലല്ല, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇന്നത്തെ നിലയിൽ തരൂരിനോളം പോന്ന ഭാഷാ വിശകലന ശൈലിയുള്ള ഒരാളിനെ ഇന്ത്യയിൽ കണ്ടെത്താനാവില്ല. മുൻപ് ചെയ്തിരുന്ന എഴുത്തിന്റെയും പ്രസംഗത്തിന്റെയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുത്തും പ്രസംഗവും മതി എന്നാണോ? ആ വഴിയും അല്ല, ആ വഴി സ്മൃതി ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കാം. ആ വഴി സ്വതന്ത്രമായി പെർസ്യൂ ചെയ്യുകയും അതിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എൻഡോഴ്സ്മെന്റോടുകൂടി തന്നെ PR വർക്കിലൂടെ ഗ്ലോബൽ ഒരു ബ്ലിറ്റ്സ്ക്രീഗ് എന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്താൽ തരൂരിന്റെ നാമം അനശ്വരമായി നിൽക്കും. കേവലം ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലല്ല, ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഭീഷണാശാലി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന രൂപത്തിലേക്ക് പോകണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ BJP-യിലേക്ക് അല്ലേ? അങ്ങനെ പോയി തുച്ഛീകരിക്കപ്പെടാൻ ഒരുപക്ഷെ തരൂർ ആഗ്രഹിക്കില്ല. ആ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെടാനോ തുച്ഛീകരിക്കപ്പെടാനോ ഒരു പാർട്ടിയുടെ പെൻ പുഷർ എന്ന രീതിയിൽ അറിയപ്പെടാനോ വിഖ്യാതനായ തരൂർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് ഇനി 4-4.5 വർഷം കൂടെ ഉണ്ടാവും എന്ന് തരൂരിനറിയാം. അങ്ങനെയെങ്കിൽ ഇനി ഒരു ഇന്നിങ്സിനുള്ള ബാല്യം തരൂരിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് തരൂർ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ വിശ്വപൗരന്റെ റിയൽ ടാഗ് കാണിക്കണം എങ്കിൽ ഈ തരൂറിന്റെ വാക്കുകൾ പാഠപുസ്തകങ്ങളിൽ, ഇന്ത്യയിൽ പാഠപുസ്തകങ്ങളിൽ നാളെ ഉണ്ടാകണം. ഇന്ത്യയെക്കുറിച്ച് റെഫർ ചെയ്യുന്ന ഏത് റെഫറൻസ് ഗ്രന്ഥത്തിലും തരൂർ വരച്ചു കാട്ടുന്ന ഇന്ത്യ, തരൂർ വരച്ചു കാട്ടുന്ന സാംസ്കാരികത, തരൂർ വരച്ചു കാട്ടുന്ന ഹിന്ദുത്വ, അത് BJP വരച്ചു കാട്ടുന്ന ഹിന്ദുത്വ അല്ല. പക്ഷേ BJP അതിനോട് വേണ്ട എന്ന് പറയാനില്ല. പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്നത് ഭാരതത്തിൽ വേഗം പരിപാവന ജീവിതം പോലും പാഠമാകാൻ പോവുകയാണ്. അതാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ശ്രീ എ സജീവൻ, ഇപ്പോൾ ശശി തരൂർ എന്ത് ഐഡന്റിറ്റിയുമായി നിൽക്കണമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ഐഡന്റിറ്റി വേണമോ അതോ വിശ്വപൗരൻ എന്ന ഐഡന്റിറ്റി വേണമോ? അങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണോ അദ്ദേഹം നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി ബോധ്യമാകാത്തൊരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? അദ്ദേഹത്തിന് നന്നായി രാഷ്ട്രീയക്കാരനെ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഞാൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന്. അങ്ങനെ പറയുമ്പോൾ പ്രശ്നമാകുമ്പോൾ തിരിച്ചു പറയും. ഇങ്ങനെ ഈ രൂപത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വേണ്ടതെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? ശശി തരൂരിന് അത്തരത്തിലൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് രണ്ടാമത്തെ ഈ പ്രതികരണം, ആദ്യം വന്ന് അത് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. രണ്ടാമത്തെ പ്രതികരണത്തിൽ അദ്ദേഹം കൃത്യമായിട്ടും ആ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കഴിവ് പാർട്ടി കൃത്യമായിട്ടും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഞാൻ വേറെ വഴി നോക്കും, എനിക്ക് നിരവധി വഴികളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വഴി പാർട്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങൾ കൊടുക്കലാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചർച്ചയിൽ പോലും പറഞ്ഞ കാര്യമുണ്ട്, ശശി തരൂരിന് എന്തെല്ലാം കൊടുത്തു. അദ്ദേഹം UN-ൽ നിന്നും പെട്ടിയും മടക്കിയിട്ട് ഇവിടെ തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തെ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, തുടർച്ചയായ MP ആക്കി. അദ്ദേഹം പരാജയപ്പെടുന്നിടത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് നേതാക്കന്മാരെല്ലാം പോയിട്ട് അദ്ദേഹത്തിന് ജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയാവുന്ന വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹം ഇങ്ങനെ പാർലമെൻ്ററി കമ്മിറ്റി സ്ഥാനങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ശശി തരൂർ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ശശി തരൂരിന് ഇതേ കാര്യം വെച്ചുകൊണ്ട് ശശി തരൂരിനെ അംഗീകരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇതേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള നമ്മൾ ആ പേരൊഴിവാക്കി പറഞ്ഞാൽ താക്കോൽ സ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ട് ഓടുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതേപോലെ സ്ഥാനങ്ങൾ പലതും കിട്ടിയിട്ടുള്ളവരാണ്. പലതവണ മന്ത്രിമാരോ പലതവണ MP-മാരോ പലതവണ MLA-മാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണുള്ളത്. ശശി തരൂരിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. ശശി തരൂരിന് കൃത്യമായിട്ടും വേണ്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇവിടെ കേരളത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ താക്കോൽ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായും പറയുന്നത്, എനിക്ക് ഈ കോൺഗ്രസിൻ്റെ വോട്ടിന് അപ്പുറത്തേക്ക്, അത് തിരുവനന്തപുരത്ത് വോട്ട് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, അദ്ദേഹം ഇതുവരെ ജയിച്ചു വന്നത് മാത്രം ഉദ്ദേശിച്ചല്ല, കേരളത്തിൽ മൊത്തമായിട്ട് കേരളത്തിന് അതിനപ്പുറത്തേക്കും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകാം, എനിക്ക്
കോൺഗ്രസിൻ്റെ വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള ഒരു വോട്ട് ഷെയർ കൂടിയുണ്ട്. ശശി തരൂരിൻ്റെ വോട്ട് ഷെയർ എന്ന രീതിയിൽ വോട്ട് ഷെയർ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. എനിക്ക് പിന്തുണ അല്ലാത്ത ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്ന് പറയുന്നത് താക്കോൽ സ്ഥാനം എനിക്ക് വേണം എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹം കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് ഇനി അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് തോറ്റ ആളായതുകൊണ്ട് അത് വേണമെന്ന് പറയാൻ പറ്റില്ല. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് അതിനപ്പുറത്തേക്കൊരു കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അങ്ങനെ പലതും അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആവശ്യപ്പെടാവുന്ന കാര്യം അദ്ദേഹം ചോദിച്ചു വാങ്ങുന്നുണ്ട്. തന്നേക്കാൾ എന്തുകൊണ്ടും ഒരു പടി താഴെയാണ് മറ്റുള്ള ആളുകളെന്ന് വിശ്വസിക്കുന്ന ഒരു ഈഗോയിസ്റ്റ് കൂടിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഞാൻ ഒരു വിശ്വപൗരനാണ് എന്നുള്ള തോന്നൽ, രാഷ്ട്രീയത്തിൽ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് എന്നുള്ള തോന്നലുള്ള ആളാണ്. അതിനെ ന്യായീകരിക്കില്ല. അങ്ങനെ തോന്നുന്ന ആളുകളാണ് ബാക്കിയുള്ള ആളുകളും. ഈ ഓട്ടത്തിൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഇവിടെ KC വേണുഗോപാലായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും മുരളീധരനായാലും ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മുരളി പറയുകയും ചെയ്തു എവിടെ എല്ലാ യോഗ്യന്മാരാണെന്നുള്ളത്. അതേപോലെ ഞാനും ഒരു യോഗ്യനാണ് എന്നത് ശശി തരൂർ തനിക്ക് വേണ്ടി കരയുന്ന ഒരവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല. കാരണം CPMലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതേപോലെ വിശ്വപൗരനായിട്ടോ കഴിയുന്നത്ര അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് സ്വന്തം നിലയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. BJPയിലും അദ്ദേഹത്തിന് അങ്ങനെയൊന്നും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. നമുക്ക് അറിയാവുന്ന പോലെ അദ്ദേഹത്തിന് ഇവിടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ എഴുത്തും വായനയാണ്. അതിപ്പോൾ മോഹൻ പറഞ്ഞ പോലത്തെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമൊന്നും നമ്മൾ വിചാരിച്ച കാര്യമില്ല. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുവരെ ഒന്നുമില്ലാത്ത എന്ത് സ്ഥാനമാണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കാനുണ്ടാവുക? അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് BJPയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കും. ആവശ്യപ്പെടുന്നത് കേരളത്തിലേക്ക് നേതൃസ്ഥാനത്തേക്ക് ഒരു മുഖമില്ല, മുഖം താനാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ദേശീയ തലത്തിലെ മറ്റു സ്വപ്നങ്ങളിലേക്ക് അപ്പുറം അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് വേണ്ട സ്ഥാനം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതാണ് സ്മൃതി ഞാൻ പറഞ്ഞത്. ശശി തരൂരിന് കൺഫ്യൂഷനൊന്നുമില്ല. ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം. അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നേരത്തെ BJP ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാരെ കാണാൻ പോവുകയും അങ്ങനെ ഒരു കേരള പര്യടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതിനോട് യോജിക്കുകയല്ല, അത് നല്ലതാണെന്ന് പറയുകയല്ല. ശശി തരൂരിന് ഉള്ള താല്പര്യം പോലെ തന്നെയാണ് VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മുരളീധരനും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതേപോലെ ശശി തരൂർ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നീട് ശശി തരൂർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഇവിടെ 3 തവണ പരാജയപ്പെട്ടു ദേശീയ തലത്തിൽ കോൺഗ്രസ്. എന്ത് തരത്തിലുള്ള ഒരു തലപുകയുന്ന ചർച്ചയാണ് കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ളത്? ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ കോൺഗ്രസ് എപ്പോഴും നടത്തിയിട്ടുണ്ടോ? അവർ ഞങ്ങളിതിനൊക്കെ പരിശോധിക്കുമെന്ന് പറയും, അതോടുകൂടി ഇപ്പോൾ അവസാനിക്കുന്നു. ഒരു തരത്തിലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലോ അത് കഴിഞ്ഞ് വരുന്നൊരു തെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ഒരു 10 തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കെങ്കിലും ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നില്ല. കേരളത്തിലും അതാണ്. അപ്പോൾ നേരത്തോടെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും AICCയുടെ പുനഃസംഘടനയൊക്കെ നടക്കുന്നുണ്ട്. ആ പുനഃസംഘടനയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ പിന്നാക്ക വിഭാഗത്തിലെ നേതാക്കൾക്കടക്കം നൽകുന്ന രൂപത്തിലേക്ക്, അതായത് കോൺഗ്രസ് കുറച്ചു കാലമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ, പിന്നാക്ക വിഭാഗത്തെയും OBCയെയും ഒക്കെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്ന് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് വലിയ രൂപത്തിൽ ഒരു പ്രചാരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. AICC തലത്തിൽ തന്നെ നടത്തി തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസ്. അല്ല, AICCയിലെ പുനഃസംഘടന അത് എത്ര പ്രാവശ്യം നടന്നു എന്ന് അതല്ലല്ലോ ഇവിടെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് ചിന്തിക്കാതെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെങ്കിലും പരാജയം സംഭവിച്ചിട്ടുള്ളത്? അവിടെ കോൺഗ്രസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളായിട്ടുള്ള മറ്റ് പാർട്ടികൾ പറയുന്ന അഭിപ്രായം അത് വെച്ചുകൊണ്ടൊരു സ്വയം വിമർശനത്തിൻ്റെ രീതിയിലേക്ക് കോൺഗ്രസ് വരുന്നുണ്ടോ? ഉണ്ടാവുന്നില്ലല്ലോ. ഇവിടെ കേരളത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ പാർട്ടി, വലിയേട്ടൻ എന്ന് പറയാവുന്ന പാർട്ടിയായിരുന്നു. ലീഗ് 2ാം സ്ഥാനത്താണെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ മലബാറിലെ കുറേ കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങിയുന്ന പാർട്ടി. ഇപ്പോൾ അതല്ലല്ലോ.
ലീഗും കോൺഗ്രസും ഏതാണ്ട് തുല്യമായിട്ട് ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാവുന്ന ധാരാളം മണ്ഡലങ്ങൾ ഉള്ളപ്പോൾ കോൺഗ്രസിന് അതില്ലാത്തൊരവസ്ഥയാണ്. ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിൽ AICC ഒരു അഴിച്ചുപണി, KPCC ഒരു അഴിച്ചുപണി എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമാകുമോ? ഇവിടെ സത്യത്തിൽ കൃത്യമായ രൂപത്തിലുള്ള ഒരു പുനർവിചിന്തനം, ഒരു ശരിയായിട്ടുള്ള ഒരു വീണ്ടും വിചാരം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്, അത് ശശി തരൂർ പറയുന്നത് ശരിയാണ്. പിന്നെ ശശി തരൂരിൻ്റെ ഈ ആഗ്രഹം അത് സ്വാഭാവികമായിട്ടും മറ്റ് നേതാക്കന്മാർ കൂടിയുള്ളതായതുകൊണ്ട് അതിനെ ഞാൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ ഈ അഭിപ്രായം, എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ആഗ്രഹം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അരുൺകുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ താൻ പുറത്തേക്ക് പോകാൻ തയ്യാറാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ തരൂരിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം ആ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് വാചകങ്ങളിലൂടെ. ഇപ്പോൾ CPM അദ്ദേഹത്തെ അനാഥനാക്കില്ല, രാഷ്ട്രീയമായ അനാഥത്വം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്? ഇല്ല, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ ഭാഗം ആളുകളുടെ പിന്തുണ ആർജിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതായത് സംഘടനാ വിപുലീകരണവും ദൃഢീകരണവും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ശൈലിയാണ്. ഇപ്പോൾ 99 സീറ്റ് കിട്ടി ഞങ്ങൾ ജയിക്കുമ്പോഴും 140-ൽ 99 കിട്ടുമ്പോഴും ഞങ്ങൾക്ക് 46% വോട്ടേ ഉള്ളൂ. 2006 ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി, 48.6% വോട്ട് കിട്ടി. ഒരു ഘട്ടത്തിൽ പോലും 50% വോട്ടിന് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ, ഞങ്ങളുടെ നിലപാടുകളോട് യോജിക്കാൻ പാകത്തിന് വന്നാൽ അവരെ സ്വീകരിക്കുക, സംഘടന വിപുലീകരിക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മറ്റൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നയാൾ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്കും പ്രതികരണങ്ങൾ ഇപ്പോൾ MV ഗോവിന്ദന്റെ ആയാലും EP ജയരാജന്റെ ആയാലും തോമസ് ഐസക്കിന്റേതും ആയാലും ഒക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെയാണല്ലോ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അനാഥനാക്കില്ല എന്നുള്ള പ്രതികരണം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അല്ല, അപ്പുറത്ത് നിൽക്കുമ്പോൾ അനാഥനാകില്ല എന്നല്ല, അപ്പുറത്ത് നിന്ന് ആ നിലപാട് സ്വീകരിച്ച് പുറത്ത് വരുമ്പോൾ ഇപ്പൊ അപ്പുറത്ത് നിൽക്കുമ്പോൾ അനാഥനല്ലല്ലോ, അവരുടെ ഒപ്പമാണ്, കൂടെ ഒരുപാട് ആളുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് സ്വാഗതം ചെയ്യുന്ന വാചകങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്നേ, ഇപ്പോഴും അവിടെ നിൽക്കുകയാണല്ലോ. അല്ല, ഞങ്ങളുടെ പ്രവർത്തനത്തിലെല്ലാം ഞങ്ങളുടെ സംഘടന വിപുലീകരിക്കാൻ അപ്പുറത്ത് നിൽക്കുന്നവരെയും ചാഞ്ചാടി നിൽക്കുന്നവരെയും രാഷ്ട്രീയ നിലപാടില്ലാത്തവരെയും ഇടതുപക്ഷത്തോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ദൈനംദിനം നടത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ തർക്കം ഉന്നയിച്ചത്. ഇപ്പോൾ UDF ഇപ്പോൾ ഞാൻ ആദ്യം സീറ്റ് ഷെയറിംഗ് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അവസാന 2 തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40% വോട്ടിലേക്ക് എത്താൻ UDFന് കഴിഞ്ഞില്ല. ഇപ്പോൾ ലീഗാണ് അതിൽ 10% വോട്ടുണ്ടെന്ന് പറഞ്ഞു. UDFന് 38%, 38% നിൽക്കുകയാണ്. അതെന്താണ്? വികസന കാഴ്ചപ്പാടും മറ്റു നിലപാടുകളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന വിഭിന്നമായിട്ടുള്ള അഭിപ്രായമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും. അത്തരത്തിൽ വികസന വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ ജനം അവരുടെ കൂടെ നിൽക്കുന്നില്ല. ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ വികസന കാഴ്ചപ്പാടിന്റെ കാര്യത്തിൽ പല പോസിറ്റീവ് നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് അവരിൽ തന്നെ വലിയ ചർച്ചയുണ്ട്. അത് അവരാണ് പരിഹരിക്കേണ്ടത്. മറിച്ച് അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നവരെ തള്ളി പറയാനും ആക്ഷേപിക്കാനും ശ്രമിച്ചാൽ നിരവധി ആളുകൾ ചാടിപ്പോരും. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അദ്ദേഹത്തിന്റെ പ്രസംഗം ലേഖനത്തിന്റെ അവസാനം ഒരു വാചകം അദ്ദേഹം പറഞ്ഞത് കൃത്യമായി സൂചിപ്പിച്ചാൽ, he added that others in the Congress share his views and have told him so. ഈവൻ കോൺഗ്രസ് അലൈസ് ഇൻ ദി UDF ഹാവ് ടോൾഡ് മീ സോ. അദ്ദേഹം മുകളിൽ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഉള്ളിലെ പ്രവർത്തകരും ആ UDFിലെ ഘടകകക്ഷികളും വിഭിന്ന അഭിപ്രായം ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. അത് വരും ദിനങ്ങളിൽ പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണും. പ്രയോജനപ്പെടുത്താവുന്നതാണെങ്കിൽ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ വിപുലീകരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും. അത് തന്നെയാണ് ലീഡർഷിപ്പ് അടക്കം ഇന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അങ്ങനെയാണെങ്കിൽ തരൂരിനെ കാത്തിരിക്കുന്നത് ഇനി എന്താണ്? കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇനി കടുത്ത പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? ഇതുവരെ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഇനി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ തരൂർ ഇനിയും അടുത്ത ലേഖനം വരും, അടുത്ത അഭിമുഖം വരും, കൂടുതൽ കടുപ്പിച്ച് പറയുകയും ചെയ്യും. സ്മൃതി, കോൺഗ്രസ് നേതാക്കൾ എന്തായിരിക്കും ചെയ്യുക എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത്, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കട്ടെ, അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കട്ടെ, അദ്ദേഹം പോഡ്കാസ്റ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് അവരുടെ വലിയ തകർച്ചയിൽ പോലും ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു ഫാഷനാണ്. നമ്മൾ ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല. കോൺഗ്രസ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അത് നടക്കുന്നുണ്ടാവില്ല. അതായിരിക്കാം
നമുക്കിപ്പോൾ നമുക്കെന്താണ് തരൂരിനെ കൊണ്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നുണ്ട് അനാഥനാവില്ലെന്ന്. ആരായി പറയുന്നത്? തോമസ് ഐസക്ക്, CPM-ലെ 1-ാം നമ്പർ അനാഥൻ. അദ്ദേഹത്തിന് നാഥനില്ല. അവിടെ അദ്ദേഹം ഒരു ഗത്യന്തരമില്ലാതെ ഗതി കിട്ടാതെ നിൽക്കുന്ന ഒരാളാണ്. മറ്റൊരാൾ ശ്രേഷ്ഠനാണ്, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പ്രതിഭയാണ് ശശി തരൂർ. എൻ്റെ അരുണെ പ്ലീസ്, അറിയാം, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഇന്ന് എന്താണ് തോമസ് ഐസക്കിന്റെ അവസ്ഥ എന്ന്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് എനിക്കും അറിയാം. കൂടുതൽ ഇടപെടണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനാഥനായിട്ട് നിൽക്കുകയാണ്. മറ്റൊരാൾ ഇടതുപക്ഷ മുന്നണി കൺവീനറായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ബി ജെ പി നേതാവുമായിട്ടുള്ള ബന്ധം പറഞ്ഞതിൻ്റെ പേരിൽ പുറത്തു പോയ ആളുകൾ. ഇവരൊക്കെയാണ് ഇപ്പം തരൂരിനെ അങ്ങോട്ട് CPM-ലേക്ക് വിളിച്ചിട്ട് അവരുടെ ജനകീയ അടിത്തറ അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മോഹൻ വർഗീസ് പോയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ ശശി തരൂരിൻ്റെ ആരാധകർക്ക് രോമാഞ്ചം കൊള്ളും. ശരിയാ, അദ്ദേഹം ഈ ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അംബാസഡറായിട്ട്, പ്രതിനിധിയായിട്ട് BJP അദ്ദേഹത്തെ എന്തോ ചെയ്യുമെന്ന്. BJPക്ക് അതിനുള്ള ആളുകളുണ്ട്. BJP ഒരിക്കലും ശശി തരൂരിൻ്റെ പ്രസംഗങ്ങളോ പുസ്തകങ്ങളോ ലേഖനങ്ങളോ ഇന്ത്യയിൽ പാഠപുസ്തകമാക്കുമെന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എന്ത് വേണമെന്നുള്ള തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് BJP-യിൽ ചേരാം. യാതൊരു സംശയവുമില്ല. അവർ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം, കൂറുമാറ്റ നിരോധ നിയമം അനുസരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ BJP ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഒരുപക്ഷെ മന്ത്രിയാക്കിയേക്കാം. അദ്ദേഹത്തിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടും, കൂടുതൽ പ്രാധാന്യം കിട്ടും, കൂടുതൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. ശശി തരൂരിൻ്റെ ഈ വ്യക്തിപ്രഭാവം കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഒഴിവ് വരും. അപ്പോൾ വേണമെങ്കിൽ BJPക്ക് അവർക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ പറ്റും. ഇതിനപ്പുറത്ത് വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുക ഇദ്ദേഹത്തിന് എവിടെയാണ്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ തിരുവനന്തപുരം പോലൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് എന്തായിരുന്നു? ഞാൻ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ജീവിക്കുന്ന ആളാണ്. വട്ടിയൂർക്കാവിൽ എന്തായിരുന്നു സ്ഥിതി? എത്ര വോട്ടാണ് അദ്ദേഹത്തിന്? നേരത്തെ തരൂരിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു. ഇത്തവണ എത്ര കിട്ടിയത്? ഒരു കോസ്മോപൊളിറ്റൻ നഗരത്തിൽ അദ്ദേഹത്തിന് ഇവിടെ സ്ഥിതിയെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ഏതോ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്വാധീനമാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണത് കണ്ടെത്തിയത്? ഈ ചർച്ച ഇനിയും വരും ദിവസങ്ങളിലും തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ സമയക്കുറവ് മൂലം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, വളരെ നന്ദി. ശ്രീ KV തോമസ്, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ A സജീവൻ, ഒപ്പം തന്നെ ശ്രീ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.